വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന കേബിളുകൾക്കും പൈപ്പ് ലൈനുകൾക്കും സമീപം സംശയാസ്പദമായ രീതിയിലെത്തിയ റഷ്യൻ അന്തർവാഹിനികളെ നിരീക്ഷിക്കാനും പിന്തുടരാനുമായി യുകെയും നോർവേയും യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അയച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് ദൌത്യമെന്ന് യുകെ സൈന്യം അറിയിച്ചു. കടലിനടിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അടുത്തുണ്ടായിരുന്ന റഷ്യൻ അന്തർവാഹിനികളുടെ നീക്കം സംശയകരമാണെന്ന് യുകെ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു. ഒരു മാസത്തിനു ശേഷം റഷ്യൻ അന്തർവാഹിനികൾ അവിടെ നിന്ന് മടങ്ങിയതായും അദ്ദേഹം വ്യക്തമാക്കി. യുകെക്കും സഖ്യകക്ഷികൾക്കും ഏറ്റവും വലിയ ഭീഷണി റഷ്യയാണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും റഷ്യയിൽ നിന്നുള്ള ശ്രദ്ധ മാറണമെന്നുമാണ് പുടിൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പുടിനിൽ നിന്ന് ശ്രദ്ധ മാറ്റില്ല. കേബിളുകൾക്കും പൈപ്പ് ലൈനുകൾക്കും മുകളിലുള്ള റഷ്യയുടെ പ്രവർത്തനങ്ങൾ ബ്രിട്ടൻ കാണുന്നുണ്ട്. അവ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തടയും. ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നും പ്രതിരോധ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ 3 അന്തർവാഹിനിയാണ് ഈ ദൌത്യത്തിൽ പങ്കെടുത്തത്. പുടിൻ ആസൂത്രണം ചെയ്തതുപോലെ അന്തർവാഹിനികളുടെ നീക്കങ്ങൾ രഹസ്യമായിരുന്നില്ലെന്നും അവ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നും തങ്ങളുടെ സൈന്യം റഷ്യയെ ബോധ്യപ്പെടുത്തിയതായും അറിയിച്ചു. റഷ്യൻ അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക അന്തർവാഹിനികൾ വിന്യസിച്ചതും ഉൾപ്പെട്ട ഈ ഓപ്പറേഷനിൽ ബ്രിട്ടനും നോർവേയും ഒരുമിച്ച് പ്രവർത്തിച്ചതായി ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു. റഷ്യൻ അന്തർവാഹിനികളെ നിരീക്ഷിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ തടയാനും തന്റെ സൈന്യത്തിന് ഉത്തരവിട്ടതായി ഹീലി വ്യക്തമാക്കി. ഓപ്പറേഷൻ വിജയകരമായിരുന്നു. റഷ്യൻ അന്തർവാഹിനികൾ ബ്രിട്ടീഷ് സമുദ്രാതിർത്തി വിട്ട് വടക്കോട്ട് നീങ്ങി. റഷ്യൻ അന്തർവാഹിനികൾ കടലിനടിയിലെ കേബിളുകൾക്കോ പൈപ്പ് ലൈനുകൾക്കോ കേടുപാടുകൾ വരുത്തുമെന്നതായിരുന്നു ഏറ്റവും വലിയ ഭയം. സമീപ വർഷങ്ങളിൽ യൂറോപ്പിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ കടലിനടിയിലെ കേബിളുകൾ പെട്ടെന്ന് പൊട്ടിയത് റഷ്യയെ സംശയിക്കാൻ ഇടയാക്കി. അതിനാൽ ഇത്തവണയും ഈ ഭയം സ്വാഭാവികമായിരുന്നു. എന്നാൽ യുകെ കേബിളുകൾക്കോ പൈപ്പ് ലൈനുകൾക്കോ കേടുപാടുകൾ സംഭവിച്ചതായി ഇതുവരെ തെളിവുകളൊന്നുമില്ലെന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചു. ചുറ്റുമുള്ള ജലാശയങ്ങളിലുടനീളം ബ്രിട്ടീഷ് സൈന്യം ഇപ്പോഴും അന്തർവാഹിനികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വെറും ഏതാനും അന്തർവാഹിനികളുടെ കാര്യമല്ല. റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന വലിയൊരു കളിയുടെ ഭാഗമാണിത്. യൂറോപ്യൻ സമുദ്ര അതിർത്തികളിൽ റഷ്യ തങ്ങളുടെ സാന്നിധ്യം കുറച്ചുകാലമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റിനും ഗ്യാസ്, എണ്ണ എന്നിവ കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകൾക്കും ശക്തി പകരുന്നത് കടലിനടിയിലെ കേബിളുകൾ ആയതിനാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ തങ്ങളുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായി കണക്കാക്കുന്നു. ഈ കേബിളുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നത് മുഴുവൻ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയെയും പിടിച്ചുലച്ചേക്കാം. ബ്രിട്ടന്റെ ഇത്തവണത്തെ നടപടി അതിന്റെ പ്രാദേശിക ജലാശയങ്ങളിൽ സംശയാസ്പദമായ ഒരു പ്രവർത്തനവും അനുവദിക്കില്ലെന്ന് വ്യക്തമായ സന്ദേശം നൽകുന്നു. അതേസമയം ഇറാൻ യുദ്ധത്തോടെ റഷ്യയ്ക്ക് ഉണ്ടാക്കിയത് റെക്കോർഡ് ലാഭമെന്ന് കണക്കുകൾ പുറത്ത്. ഇറാൻ ഹോർമൂസ് അടച്ചതോടെ ഉപരോധം ഭാഗികമായി നീങ്ങിയതും നേട്ടമായി. യുദ്ധത്തിൽ സഹായിച്ച റഷ്യയ്ക്ക് സാമ്പത്തിക നേട്ടത്തിന് ഇറാൻ ഹോർമൂസ് നിയന്ത്രണം വഴി ഇനിയും സഹായം നൽകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഖനന നികുതിയിൽ ഇരട്ടിയിലേറെ വർധനവാണ് റഷ്യയിൽ ഉണ്ടായത്. ഇറാൻ യുദ്ധത്തോടെ ഉണ്ടായ എണ്ണവില വർധനവ് റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടമായി. ഏപ്രിൽ മാസത്തിൽ റഷ്യയുടെ ഓയിൽ ഉൽപാദനത്തിന് ലഭിക്കുന്ന ഖനന നികുതി മാർച്ചിലെ 327 ബില്യൺ റൂബിൾസിൽ നിന്ന് 700 ബില്യൺ റൂബിൾസായി ഉയർന്നു. ഏകദേശം 8,34,000 കോടി രൂപ. റഷ്യയിൽ നിന്നും എണ്ണ ഖനനം ചെയ്യുന്ന മുഴുവൻ കമ്പനികളും നികുതി നൽകണം. റെക്കോർഡ് ഖനനം നടക്കുന്നതിന്റെ തെളിവാണ് റഷ്യയുടെ സാമ്പത്തിക നേട്ടം കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.